എന്തായാലും 17 വയസ്സാകുമ്പോൾ ഇവര് നമ്മളെ കല്യാണം കഴിപ്പിച്ചത് കിട്ടും. പക്ഷെ അതുവരെയുള്ള നമ്മുടെ ജീവിതം നമ്മുടെ ചെറുപ്പം അതിന്റെ ഓരോ അണുവും നമ്മൾ ആഘോഷിക്കും. ഇവിടുന്ന് നല്ല രസം കിട്ടും. അതായത് നല്ലൊരു ബാത്റൂമായിരുന്നു, അതങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഡോക്ടറെ വാ, അരിയാട്ടാൻ പോവാ, അടുക്കള അവിടെ. ആക്ച്വലി ഇപ്പോൾ തണുത്തിട്ട് ഇപ്പോൾ തണുപ്പൊന്നും അറിയാണ്ടായിട്ടോ. അതായത് ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. കുറച്ച് ആദ്യത്തെ എണീറ്റ് ആ ഒരു പുറത്തേക്ക് വരുന്ന ടൈമിലായിരുന്നു ഈ ഒരു തണുപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. Arjuman Bano Begum. Arjuman Bano Begum. No. It's okay. 100 rupees. We already bought yesterday. 100 rupees. നമ്മളിവിടെ എവിടെ പോയാലും കടയിൽ വോട്ട് ഓൾറെഡി. താങ്ക് യു. ഇവിടുന്ന് നമ്മളെ സോ ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൺ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഒരു നോസ്ട്രാ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിംസ് കളിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ നമുക്കിതിൽ ഒരു സൈനപ്പ് ബോണസ് ആയിട്ട് നമ്മളിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100 റുപ്പീസ് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് നിങ്ങളിതിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 100% ക്യാഷ് ബാക്ക് ആയിട്ടും കിട്ടുന്നുണ്ട്. സോ നമ്മൾ എത്രയാണ് എമൗണ്ട് ഇടുന്നെങ്കിൽ അതിൻ്റെ 100% നമുക്ക് തിരിച്ച് ക്യാഷ് ബാക്ക് എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കിട്ടും. സോ നമുക്ക് അത്രയും ഒരു ഡബിൾ ബെനിഫിറ്റ് ആണ്. സോ ഇതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട് കളിക്കാനായിട്ട്. അതേപോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വിൻ ചെയ്ത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് ഗെയിംസുകളുണ്ട്. ഇപ്പോൾ സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെ ഒരുപാടുണ്ട് സ്പോർട്സിൽ തന്നെ. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ സാധാ ഗെയിംസുകളായിട്ട് നമുക്ക് പോക്കർ, റമ്മി പറഞ്ഞുള്ള ഗെയിംസൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് 5 രൂപ മുതൽ 50K റുപ്പീസ് വരെയുള്ള എമൗണ്ട് നമുക്ക് ഇതിൽ ബെറ്റ് ചെയ്ത് വിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ചുമ്മാ ഒരു ഫൺ ഒരു എലമെൻറ്റ് കളിക്കാൻ പറ്റുന്ന കാഷ്വൽ ഗെയിംസ് ആയിട്ടുള്ള ടുക്ക് ഗോ, അതിൽ തന്നെ പൂൾ ക്ലബ്ബ്, ബാസ്കറ്റ് ചാമ്പ്സ് എന്ന് പറഞ്ഞുള്ള അങ്ങനെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഫൺ ഗെയിംസുകളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്രീ ടൈം കിട്ടുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കളിക്കാൻ നമുക്ക് നല്ല രീതിക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ നിങ്ങൾക്കിപ്പോൾ ക്വിസൊക്കെ കളിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഫൺ ഒരു GK ഒരു ടൈപ്പ് ക്വിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അത് കറക്റ്റായിട്ട് നമ്മൾ ഉത്തരം പറയുകയാണെങ്കിൽ അതിന് നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് വിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിൻ ചെയ്ത് കിട്ടുന്ന ക്യാഷ് നിങ്ങൾക്കിപ്പോൾ Paytm അതേപോലെ തന്നെ ബാങ്ക് വിഡ്രോൾസ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. സോ താല്പര്യമുള്ളവർക്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, കളിക്കാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാനേ പറ്റും. സോ നമുക്ക് നേരെ മെയിൻ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 2 ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ഗേറ്റ് കാണാൻ പോയിരുന്നു. പക്ഷേ അവിടുത്തെ വ്ളോഗ് എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം അവിടെ ഫുള്ളി ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ അത് ഫുൾ പോലീസാണ്, അപ്പോൾ അതുകൊണ്ട് ക്യാമറ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നേരെ താജ്മഹൽ കാണാൻ പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ ലേറ്റ് ആയിട്ട്. ഇപ്പോൾ ടൈം എത്രയും ഇപ്പോൾ 4:07 ടൈമായിട്ടുണ്ട്. ഇനി ശേഷം ഇവിടുന്ന് അത്യാവശ്യം കുറച്ചുകൂടി ഉണ്ട്. ഈ ഒരു സ്ഥലം മദ്ര അങ്ങനെ എന്തൊരു പ്ലേസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുള്ളൂ, ഉച്ചക്കത്തെ ഫുഡ് ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ പോയപ്പോൾ ഈ ഒരു ലസ്സി പറഞ്ഞ ഈ ഒരു സാധനം വാങ്ങിയത് ഇപ്പോൾ പറഞ്ഞ അടിപൊളി ടേസ്റ്റാണ്, നാട്ടിലത്തെ പൊളിയാണെന്നൊക്കെ പറഞ്ഞു. ഇത് വെച്ചെങ്കിൽ തൈരിൽ മറ്റേ പഞ്ചസാര ഇട്ടുള്ള ഒരു സാധനം എനിക്കിഷ്ടമായില്ല. നമ്മുടെ തൈരില്ലേ, തൈരിൽ വണ്ണൊക്കെ പറഞ്ഞിട്ട് പഞ്ചസാര ഇട്ടുള്ളൊരു സാധനം. ഇത് നല്ല ജ്യൂസ് അച്ചർ വാങ്ങിയതാണ്. അത് രസമൊന്നുമില്ല. എന്തായാലും പച്ചവെള്ളം എന്തായാലും കുറിച്ച് വേറെ എന്തായാലും ലേറ്റ് ആയിട്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ താജ്മഹൽ കാണാൻ പോവുകയാണ്. സോ ഇവിടുന്ന് അത്യാവശ്യം നല്ല റണ്ണിങ് ഉണ്ട്. ഏകദേശം 4 ഹവറാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആയിട്ട്. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. 80 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ ഏകദേശം താജ്മഹലിൻ്റെ മുന്നിലായിട്ടുള്ളത്, മീൻസ് അങ്ങോട്ട് കയറുന്നിടത്താണ്. പക്ഷേ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അവിടുന്ന് ഇറങ്ങാൻ തന്നെ ഹോട്ടലിൽ ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയി പോയി. കാരണം നമ്മുടെ വണ്ടി സെറ്റാക്കാൻ കുറച്ച് ടൈം കിട്ടുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന വഴിക്കാനും ആഗ്രഹം വരുന്ന വഴിക്കാനും നല്ല രീതിക്ക് ബ്ലോക്ക് കിട്ടി. അപ്പോൾ ബ്ലോക്ക് കിട്ടിയപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ലേറ്റായി. ഇവിടെ എത്തിയപ്പോഴത്തേന് ശേഷം 5:45 ആയി. 5:45 വരുന്നത് ഭയങ്കര റിട്ടാണ്. ഇവിടെ 5:45 വരുന്നത് ഭയങ്കര റിട്ടായി. അപ്പോൾ ഇതിന് ഫുൾ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് താജ്മഹലിൻ്റെ തൊട്ട് മുൻപിലാണ്, മീൻസ് അങ്ങോട്ട് കയറുന്ന എൻട്രിയുടെ ആ ഒരു പോർഷനിലായിട്ടാണ് ഏകദേശം. അങ്ങനെയല്ലേ?
അപ്പോൾ അത്ര അടുത്ത് വരെ വന്നിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും, അത് ഫുൾ ക്ലോസ് ചെയ്തു. ഇത്ര അടുത്ത് വരെ വന്നിട്ട് നമ്മൾ അത്രയും ദൂരം 4 മണിക്കൂറോളം റൺ ചെയ്ത് വന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് പോലും കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റാണ്ട് തിരിച്ച് മടങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ മേ ബി ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ സ്റ്റേ അടിക്കും, ചിലപ്പോൾ ഇവിടെ ഇന്ന് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ ഇത് കണ്ടിട്ടേ പോകുള്ളൂ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ജസ്റ്റ് പുറത്തുനിന്ന് കാണാൻ പറ്റിയെങ്കിലും കുഴപ്പമില്ല, ഓക്കെയാണ്, എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കായിരുന്നു. പക്ഷേ ഇത് പുറത്തുനിന്ന് ഒന്നും കാണാൻ പറ്റാണ്ട്, ഒരു തുള്ളി പോലും കാണാൻ പറ്റാണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ പറയുമ്പോൾ, അപ്പോൾ എന്തായാലും നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ ഇവിടുന്ന് കണ്ടിട്ടേ പോകുള്ളൂ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അന്ന് രാത്രി അവിടെ സ്റ്റേ അടിക്കാൻ ചെയ്തു. അവിടുത്തെ ഒരു ഹോട്ടലിൽ അവിടെ സ്റ്റേ അടിച്ച് അന്ന് രാത്രി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ്, അതായത് ഒരു 5:45 എണ്ണീറ്റിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആക്ച്വലി പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഹുഡി ഇപ്പോൾ ഇട്ടിരുന്ന ടീഷർട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ടീഷർട്ട് എൻ്റെ ഫേസ് വെച്ചുള്ള കാസ്ട്രോ നീല ടീഷർട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര മടി, എൻ്റെ ഫോട്ടോ ഉള്ള ടീഷർട്ട് ഞാൻ തന്നെ ഇട്ട് കിടക്കുമ്പോൾ ഒരു കുറച്ചിൽ പോലെയല്ലേ നമ്മുടെ ഫോട്ടോ ഉള്ള ടീഷർട്ട് നമ്മൾ തന്നെ ഇട്ട് കിടക്കുമ്പോൾ. അപ്പോൾ അത് ആക്ച്വലി എനിക്കൊരു സബ്സ്ക്രൈബർ അത് ഗിഫ്റ്റായിട്ട് തന്നതാണ്, ആ ഒരു ടീഷർട്ട് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ ഞാനത് വീട്ടിലൊക്കെ ഇടാറുണ്ട്, ഞാൻ പുറത്ത് പോകുമ്പോൾ അത് ഉള്ളിൽ ഇടാറില്ല, ഞാൻ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഹുഡി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കാറിൽ നിന്ന് ഞാൻ ഇത്രയും ദൂരം ഉണ്ട് 4 മണിക്കൂറിൽ, അപ്പോൾ ഞാൻ ആ കാറിൽ നിന്ന് ഹുഡി അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ എത്തിയിട്ട് ഇടാൻ വെച്ചിട്ട്. പക്ഷേ ഞാൻ കാറിൽ വെച്ചിട്ട് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ കാറിൽ വെച്ചിട്ട് ആ ഹുഡി കാറിൽ വെച്ചിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓർമ്മ ഉണ്ടായത് കാറിൽ വെച്ച് മറന്നു എന്നുള്ളത്. പക്ഷേ ആ ഹുഡി തിരിച്ചു കിട്ടിയിട്ട്, കാരണം ആ കാർ തിരിച്ച് ഡൽഹിക്ക് തന്നെ എത്തുന്നത്. അപ്പോൾ ഇവൻ്റെ ഫോട്ടോ ഉള്ള ടീഷർട്ടിനെ ഇട്ടിട്ട് നടക്കുന്നതെന്നുള്ള ഒരു കാര്യം മൈൻഡിൽ വരേണ്ട വെച്ചിട്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഗൈസ്, അപ്പോൾ ഞങ്ങളങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ്, ഇപ്പോൾ ടൈം ഇപ്പോൾ എത്രയാണ്? 6:10 6:15 ഈ ടൈം. ഏകദേശം ഒരു 11-10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ തണുപ്പ്. അതായത് നമ്മുടെ എ സിയിൽ വരെ 16 വരെ കിട്ടുള്ളൂ, എ സിയിൽ വരെ 16 വരെ കിട്ടുള്ളൂ. ആ ഒരു 11 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിലാണെങ്കിൽ ഞാനാണെങ്കിൽ നേരത്തെ കാണിച്ച ടീഷർട്ട് ഇട്ടാണ് പോയി നടക്കുന്നത്. അതാണെങ്കിൽ നല്ല രസമുണ്ട് ഈ തണുപ്പത്ത് ടീഷർട്ട് ഇട്ടിട്ട് ജനങ്ങനെ നടക്കാൻ. ഞങ്ങൾ ചായയും കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ ഡോക്ടർ അത്യാവശ്യം പിന്നെ ഫുൾ സ്ലീവ് കൊണ്ട് കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ഈ ടീഷർട്ട് ഇട്ടിട്ടാണ് നടക്കുന്നത്. നല്ല അടിപൊളി, നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നലെ കാണാൻ വന്നിട്ട് പിന്നെ കാണാൻ പറ്റാണ്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് പുലർച്ചെ രാവിലെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. സൺറൈസ് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ സൺറൈസൊക്കെ കാണാൻ വേണ്ടി ഒരു എക്സ്പീരിയൻസ്, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് 500 മീറ്ററാണ് ഇപ്പോൾ താജ്മഹൽ അങ്ങോട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എൻട്രി ഗേറ്റിൽ നിന്ന് അവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടെ താജ്മഹലിലേക്ക് പോകുന്ന മെയിൻ എൻട്രി എന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് ആ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ കയറുക ചെയ്യില്ല. അപ്പോൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന കുഴപ്പമില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുള്ളത്. ഓരോ സെക്യൂരിറ്റി ചെക്ക് എന്ന രീതിക്കാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി പോകേണ്ടത്. അവിടെ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. ഇവിടുന്ന് ചെറിയൊരു രീതിയിലൊരു വ്യൂ, നമ്മുടെ താജ്മഹലിലെ ഒരു വ്യൂ കറക്റ്റ് ഇവിടുന്ന് കിട്ടുന്നുണ്ട് മഞ്ഞുള്ള മുകളിൽ. അത്യാവശ്യം നല്ല രസമുണ്ട് ഇവിടുന്ന്. ഇങ്ങനെ ക്യാമറയിൽ കാണുന്നേക്കാൾ നല്ല ഒരു എന്താ പറയുക, നല്ല രസമുണ്ട് ഈ മഞ്ഞിൽ കാണാനായിട്ട്, നല്ല രസമുണ്ട്. I'm saying welcome to Taj Mahal. Okay. So actually Taj Mahal entrance gate, 3 gates. Right now you are from that gate, that is called the eastern gate. Look at the same opposite. Look at that. അവിടെ ഒരു western gate. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. These are the southern gate. South gate. Look at that gate for the north gate. Okay. So north is main entrance gate of the Taj Mahal. So height of this gate in bottom to top 105 feet, about 35 meters. So now she is going top of the arch. You can see the small flower top of the arch. These are look like a painting. Look like a painting, but actually these are no painting, no color. These are the real semi-IPC stone. Real stone, semi-IPC. Inlay into the white marble, half inch deep inside. So different kind of stone used inside. Okay. And the second beauty, see this black writing, the B shape, right and left. You can find the black letters. These are the Holy Book Quran, Arabic, monogram, the Muslim. These are the black onyx inlaid to white marble. Okay. It is not also painting, real stone. So beauty of these are letters. Look at the bottom, look at the top. These are letters look like a same size. These are letters look like a same size. You understand? But actually these are not the same. And bottom is smaller letter. These are letter. Smaller letter and top in bigger.
So look like the same size. And bigger and bigger and bigger and higher, top of the larger, so look like the same size. These are the optical illusion. Optical illusion. Yeah. So do one thing. Now going see the white dome, top of the arch. You can see the white dome, small. How many dome you can count, please? Crown. Yeah, white dome, top of the arch, the small dome, white dome. There? There, middle, no, there, the middle. Small white dome, top of the arch, top of the arch. ആ ആ ആ How many dome you can count? 1 2 3 4 5 6 7 8 9 10 11 Yeah, right, Ah. 11, right. 11 dome in the front side, Ah. 11 dome behind, another side. ഓക്കെ ഓപ്പോസിറ്റ് സൈഡ് Yeah. 11 plus 11, how many total amount? 22 22. Ah. So exemplary Taj is completed and finishing took 22 years. 22 years. Oh, that's a symbol of that. Yeah, symbol of. Symbol. And go inside, another side, same thing, both sides similar. So Taj Mahal also symmetrical. So Taj Mahal, a symmetrical building, is started these places. Everything symmetrical. Okay. So will be I will say. Okay, okay. Okay. സോ അങ്ങനെ പുള്ളിക്കാരൻ ഇതിൻ്റെ ഈ കയറി വരുന്ന അവിടെ തന്നെ ഫുൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 3 ഗേറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞ്? 3 gate. അതായത് നമുക്ക് ഇതിനുള്ളിൽ കയറാൻ തന്നെ 3 എൻട്രി പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് അത്, ഒന്ന് ഇത് നമ്മൾ വന്നത്, പിന്നെ ഒന്ന് അവിടെ ആയിട്ട്, അങ്ങനെ 3 എൻട്രി പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ എന്തായാലും ഇതിന് തന്നെ ഒരുപാട് പ്രത്യേകതകളെന്നൊക്കെ പറഞ്ഞു. കുറേയൊക്കെ മനസ്സിലായി, കുറേതൊന്നും മനസ്സിലായിട്ടില്ല. ഇവനും അതൊക്കെ അറിയില്ല, അതൊക്കെ മനസ്സിലായോ? അപ്പോൾ ഫുള്ള് മനസ്സിലായോ? ആ എന്തായാലും ഫുള്ളൊന്നും മനസ്സിലായിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ മനസ്സിലായി. അപ്പോൾ എന്തായാലും നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. 22 മറ്റേ അത് പറഞ്ഞു, അത് മാത്രം മനസ്സിലായിട്ടില്ല. അല്ല പിന്നെ ഇത് കണ്ടോ, പിന്നെ ഈ സംഭവം അതൊന്നും അറബിക് വേർഡ്സ് ആണ് പറഞ്ഞത്. മറ്റേ ഖുർആനിലും കണ്ടോ ചിത്രപ്പണിയോ അങ്ങനെയാണോ? പെയിന്റിംഗ് അല്ല, പെയിന്റിംഗ് അല്ല, അതൊക്കെ മാർബിളിൽ തീർത്തേക്കണം. അപ്പോൾ നമ്മളങ്ങനെ താജ്മഹലിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല പൊളി സാധനം. അതായത് നമ്മൾ ഈ ഒരു മഞ്ഞുള്ളതുകൊണ്ട് മഞ്ഞിൽ നമ്മൾ താഴ്ന്ന ഒരു നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ഫെയ്ഡ് ചെയ്ത് എഫക്റ്റ് വെക്കാൻ പറ്റും. നമുക്ക് താജ്മഹലൊക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഇതേപോലെ എവിടെയും താജ്മഹൽ അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഫെയ്ഡ് ചെയ്യും അടിഭാഗം. അതേപോലത്തെ എഫക്റ്റാണ്. മഞ്ഞിലിങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഒരു, അതിൽ നിന്ന് പൊന്തി വരുന്ന ഒരു മഞ്ഞിൽ അതിൽ നിന്ന് പൊന്തി വരുന്ന ഒരു ഫീലാണ് ഈ രാവിലെ ഈ ടൈമിൽ. ഒരു നല്ല മഞ്ഞിടാം, മഞ്ഞിലുള്ളത് ഇല്ലേ, കറക്റ്റ് ഇല്ലേ, മഞ്ഞിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. നല്ല രസമുണ്ട് കാണാൻ. ക്യാമറയിലിപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ലോ ലൈറ്റിംഗ് കണ്ടീഷൻ തന്നെ വലിയ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, എന്നാലും സംഭവം നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടുന്ന് ബാക്കിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പോൾ തണുത്തിട്ട് ഇപ്പോൾ തണുപ്പൊന്നും അറിയാണ്ടായിട്ടോ. അതായത് ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. കുറച്ച് ആദ്യത്തെ എണീറ്റ് ആ ഒരു പുറത്തേക്ക് വരുന്ന ടൈമിലായിരുന്നു ഈ ഒരു തണുപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ദേ കാണുന്നു നമ്മുടെ താജ്മഹൽ. ഇതൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ് ഈ സാധനമൊക്കെ ലൈഫിൽ. അതെന്തായാലും എനിക്കൊന്ന് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈമിങ്. കാരണം രാവിലെ ഉച്ചക്കൊക്കെ ആ ടൈമിൽ വരുന്നേക്കാളും അടിപൊളി ഇതാട്ടോ, തണുപ്പിൽ. ഇപ്പോഴും ആക്ച്വലി എനിക്ക് അടിഭാഗം, ഇതിന് താജ്മഹലിൻ്റെ അടിഭാഗം കാണാമല്ലോ, ഈ മഞ്ഞ് വരണ്ട, അത്രയും മഞ്ഞാണ് ഇവിടെ, ഒടുക്കത്തെ മഞ്ഞാണ്. ഈ ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ, അതായത് അതിനേക്കാളും നല്ല രീതിക്ക് മഞ്ഞുണ്ട് അടിഭാഗം. നമുക്ക് അതിൻ്റെ ബേസ്, താജ്മഹലിൻ്റെ ബേസ് ഇപ്പോഴും കാണാനല്ല, ഒരു പകുതി കിട്ടുന്നതാണ് ഇപ്പോഴും കറക്റ്റ് ക്ലിയർ ആയി കാണുള്ളൂ, അത്രയും മഞ്ഞാണ് ഇവിടെ. ഓക്കെ. So this is the main thing. Oh. This is the main building. This is for all people Taj Mahal. You know the meaning of the Taj Mahal? No. No. I tell you. Taj means crown. Crown. Mahal means palace. Palace. So crown These palace. are crown palace. So these are built by Emperor and Mughal and Shah Jahan. So this is the memory of his wife, Mumtaz. She is named Mumtaz. Mumtaz. These are not real lamps. These are the given title lamps. Okay. Title lamps. Mumtaz. You know the meaning of the Mumtaz. Taj means crown. Mun means beautiful. She's more beautiful crown. Okay. But actually she's a real name, Arjuman Bano Begum. Arjuman Bano Begum. Arjuman Bano Begum. Arjuman Bano. That's the real name. So this bill started 1631. 1631. 1631. 1631. This bill started and completed
1653. 53. 22 years. 23. Yeah. So look at the Taj Mahal. These are the front side. You can see that from here. These are the front of the side. And same thing is back side. ഓ Okay. Same thing is right side. Same thing is left side. Identical. Symmetry. Every side. Yeah. ആ So see this. Sir, do one thing. Now can you see this four corner and look at the four towers? Can you see 4 minarets? Oh, yeah. So one of there, another side. Yeah. So all is sorry. All is minarets look like a street. Look like a street. Straight. Look like a street. Straight. Yes. But no any straight. 2 degrees slit leaning out like that. ഓക്കെ ഓ ആ Can see this color go there? ആ Why the reason? People make 2 degrees slit leaning out. Why the reason? ഈ രണ്ടെണ്ണല്ലേ ഈ രണ്ട് പില്ലറ് They're also there. Okay. But you know, you standing the middle. No, go to point of the middle. Every pillar look like that. ഓക്കെ So why the reason he will make 2 degrees slit leaning out? ആ In case come earthquake, you know earthquake. Ah, earthquake, In ah. case. ആ So this minarets fall down and outside. Fall down and outside. ഓക്കെ Not fall in. ആ Okay. Actually fall down in and man take damage. Okay, So that's by the reason he will make 2 degrees till it leaning out. മനസ്സിലായോ? ആ You understand? ആ You understand? അതായത് നമ്മള് You understand? Tell me again. എർത്ത് കേക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ അതിന്റെ Yeah. മേലത്തേക്ക് വീഴാതെ ഡാമേജ് ആവാതെ പുറത്തേക്ക് Yes. വീഴാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെക്നിക്ക് അതായത് 2 ഡിഗ്രി ഒരു ചെറിയൊരു Right. ഇതിലാണ് നമ്മൾ ആ ഒരു So സംഭവം പണി you know this built for architecture. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒടുക്കത്തെ മഞ്ഞ നമ്മളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ വായിൽ കൂടെ പുക വരിക അജാതി മഞ്ഞ പക്ഷെ അത് ഇപ്പോഴും പുക വരുന്നുണ്ട് ഇങ്ങനെ ഊതി കഴിഞ്ഞു പക്ഷേ നമുക്കത് ക്യാമറയിൽ നോക്കി നോക്കിയാൽ ക്യാമറയിൽ കിട്ടുന്നുണ്ടല്ലോ അത് നമുക്കിങ്ങനെ തണുത്തിട്ട് നമ്മൾ മഞ്ഞുള്ള സ്ഥലത്തൊക്കെ കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ വായിൽ നിന്ന് പുകയൊന്നും കിട്ടില്ലേ പക്ഷെ അത് ക്യാമറയിൽ കിട്ടുന്നില്ല പക്ഷേ നല്ല രീതിക്ക് ഇങ്ങനെ തണുത്തിട്ട് പുക കഴിയുന്നുണ്ട് നല്ല രസം കേട്ടോ ഈ പൊള്ളി വൈബ് കിട്ടും അതായത് ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു ഏർലി മോർണിംഗ് ഇത് കാണാൻ വന്നപ്പോൾ നല്ല തണുപ്പുണ്ട് അത് ഞാൻ നേരത്തെ കണ്ടില്ല ഇപ്പോൾ അത്യാവശ്യം ബേസൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് അടിഭാഗം ഫുള്ള് കാണാണ് പക്ഷെ നമ്മൾ വന്ന ടൈമിൽ നമുക്ക് ഇതൊന്നും കാണാനേ പറ്റില്ല പകുതി തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രയും മഞ്ഞായിരുന്നു നല്ല രസമാണ് ഒരു എന്താ പറയുക നമുക്ക് ഊട്ടിൽ അങ്ങനത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ കിട്ടിയില്ല കാരണം അത്രയും നല്ല രസമുണ്ട് കാരണം ഒരു വെയിലത്ത് ഒരു ചൂടത്തൊക്കെ വന്ന് കാണുന്നേക്കാളും അടിപൊളിയാണ് ഈ ഒരു ടൈമിൽ ആ അവിടുന്ന് സെയിം That side, ആ beautiful shot. ആ ഇവിടുന്നല്ലേ Go that side. Okay, So sun the light from Ah. there. Behind sun the Taj Mahal. ഓക്കെ Red ball, beautiful shot. Come together. ഓക്കെ Not good view from here and that point. ഓക്കെ അത് കാരണം അവിടുന്ന് പോയി കഴിഞ്ഞാൽ അടിപൊളി ഷോട്ട്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന പറഞ്ഞ ക്യാമറയിൽ ഇപ്പോൾ ഇവിടുന്ന് നല്ല രസമുണ്ട് കേട്ടോ അതായത് നോക്കി ഇവിടുന്ന് താജ്മഹൽ ഇങ്ങനെ കാണാം അവിടുന്ന് ആ സൂര്യൻ ഉദിച്ച് വരുന്ന സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്യാമറയിൽ കാണാമല്ലോ പക്ഷെ അവിടെ ഈ ഒരു പോയിന്റിൽ സൂര്യൻ അവിടെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഉദിച്ച് വരുന്നുണ്ട് പക്ഷേ ലൈറ്റിങ് കാരണം കൊണ്ട് കാണുന്നില്ല നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടിപൊളി ഷോട്ട് കിട്ടും തോന്നുന്നു The person you are trying to call is currently busy. Busy in a world that needs no buffering. So yesterday we came here to see Taj. So badly that was closed. Oh, So we stayed here. We stayed here in a hotel and came early morning here. So I think but it's now a it's very good time choose for the Taj Mahal. Yeah, I The think sunrise- it's the best time now. Yeah, the best time. Yeah. The sunrise, very short people. you could- അടിപൊളി എന്തായാലും അടിപൊളി എന്തായാലും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ കാലിലാണെങ്കിലും ചളി അവർക്ക് വേണ്ടിയിട്ട് iങ്ങനത്തെ ഒരു കവർ പോലെ വരും അത് ഇട്ടിട്ട് നമുക്ക് കയറാൻ പാടുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് So how long is stay in Agra? How long? നമ്മളിപ്പോൾ ക്യാമറ ആക്ച്വലി വി കെയിം ടു ഡൽഹി ഷോട്ട്സ് അപ്പോൾ നമ്മളങ്ങനെ വീട വാങ്ങുകയാണ് താജ്മഹലിൽ നിന്ന് വീട വാങ്ങുകയാണ് ഇനിയൊരു വരവുണ്ടോയെന്ന് അറിയില്ല No, already we bought it.
Okay. And if you want, you take here. Ah. Only taste. Taste, no charge free, of course. If you like, then you buy. Otherwise, no problem. Agra is very special for sweets. Only taste. Taste, no charge. Coming back. Only taste. already bought it. Already we bought yesterday. That's why. And if you want some nice pizza at Taj Mahal, my shop. Some nice clothes. One and get some nice pizza at Taj Mahal. ഇവര് ഇവിടെ നിന്ന് നമ്മളെ വീട്ടിലോ ആക്ച്വലി If you want some pizza and No, it's okay. 100 rupees. We already bought yesterday. 100 rupees. 100. നമ്മളിവിടെ എവിടെ പോയാലും കടയിൽ നാസ്ത ഓൾറെഡി വി ഹാഡ് पूरी पराठा की कॉफी വി വോട്ട് ഓൾറെഡി താങ്ക് യു ഇവിടുന്ന് നമ്മളെ അവിടെ പേടിയില്ലേ എന്തൊരു പേടിക്കുന്നത് വാഷ് ചെയ്ത് നമ്മളെ മയക്കുവാണ് ഗുയിസ് ഒരു രക്ഷയില്ല പിന്നാലെ പിടിച്ചിക്കാണ് അപ്പൊ ഇന്ന് നമ്മള് 5th ഡേ ആണ് നമ്മളിവിടെ വന്നിട്ട് ആക്ച്വലി 5th ഡേ ആണ് 4th 3 ദിവസത്തെ ട്രിപ്പായിട്ട് വന്നു വി ബോട്ട് ഓൾറെഡി സോ നമ്മള് 3 ദിവസത്തെ ട്രിപ്പായിട്ടാണ് വന്നത് ആക്ച്വലി ഇപ്പൊ ഇന്ന് താജ്മഹലിൽ തന്നെ 5ാമത്തെ ഡേ ആയിട്ട് എങ്ങനെ പോലും ഒരു 1 വീക്ക് ആവുന്നുണ്ടോ എന്തായാലും 1 വീക്ക് എങ്ങനെ പോലും ആവുന്നുണ്ടോ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് we bought already. Only 70 rupees bun cake. No. Give me taste. We bought already bought. Bottle. ബോട്ടാനല്ലേ we already had breakfast. ഡമ്മി ഇത് നമ്മള് പറഞ്ഞ് അടുത്താള് ഉപ്പാട് ഇറങ്ങുന്ന ആൾക്കാർ ഡമ്മി അടുത്ത ആള് we already had breakfast വന്നത് സോ ചിലര് ഓൾറെഡി ഫ്രം ദർ വി ഓൾറെഡി മറ്റേ പുള്ളിക്കാരിപ്പോ വന്ന പുള്ളിക്കാരൻ ക്യാമറ കണ്ടോണ്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ വേണ്ടിയതല്ല ക്യാമറ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ചിരിച്ചോണ്ടാ വന്നിട്ടുണ്ട് ലാസ്റ്റത്തെ പുള്ളിക്കാരൻ ജാതി അവിടെ കള്ളപ്പാന്ന് മര്യാദ ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് നേരെ ഇനി ഹോട്ടലിൽ പോയിട്ട് കാണാം. സോ നമ്മുടെ തിരിച്ച് ഡൽഹി പോകുന്നതിൻ്റെ അവസാന ദിവസം തലേ ദിവസത്തിന് മുൻപായിട്ട് ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ദേ ഗ്ലാസ് റൂമിൽ സാധനങ്ങളെല്ലാം ബാഗ് വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയി വന്നിട്ട് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ദേ കണ്ട് ഇങ്ങനെ പൊട്ടി കിടക്കണം. ഇപ്പോഴും ഉള്ളിൽ ക്രാക്ക് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് ആ സൗണ്ട് കേൾക്കാം. നമ്മൾ ആ റൂമിൽ നിന്ന് നമ്മുടെ ക്ലാസ് ഒന്നും പൊട്ടാത്ത നല്ല അടിപൊളി റൂമിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അവർ തന്നെ വന്നിട്ട് അവർ PR മാനേജറെല്ലാം വന്നിട്ട് തന്നെ അവർ ഒന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് അത് എന്തൊക്കെ പറഞ്ഞു. എന്തായാലും അവർക്കും ഒരു പിടിയില്ല എങ്ങനെ പൊട്ടി എന്നുള്ളത്. അപ്പോൾ എന്തായാലും അവിടുന്ന് പുതിയൊരു റൂമിലേക്ക് അവർ തന്നെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ റൂമിലെത്തി. അപ്പോൾ ഇതെന്താ സംഭവം പോലെ ഒരു ഐഡിയ ഇല്ല. കാരണം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ വന്നുള്ളൂ. അപ്പോൾ വന്നിട്ട് നോക്കിയപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഡോക്ടറിനൊപ്പം പറഞ്ഞ് ഇത് ഡിസൈനാണെന്ന് ചോദിച്ചിട്ടുള്ളത്. കണ്ണടി പെട്ടെന്ന് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ തൊടാൻ പോയത്. അവൻ അവിടെ തൊടേണ്ട കറിഞ്ഞ് നമ്മളെ കൈ കൊണ്ട് തൊട്ടിട്ട് എങ്ങാനും അതെന്തായാലും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ വെത്തും. കാരണം റൂമിൽ CCTV അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അവർക്കൊരു തെളിവില്ല. കാരണം അത് നമ്മുടെ വെത്തുക്കാനേ ആവുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആൾക്കാരെ വിളിച്ച് അവർ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറയുന്നത്. കാരണം ആകെ തെളിവില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി എന്നുള്ളത് ജസ്റ്റ് പുറത്തുള്ള CCTV കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ കയറി വന്നതിൻ്റെയൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, കാരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ PR മാനേജർ എല്ലാ ആൾക്കാരും വന്നിട്ട് ജസ്റ്റ് അവർ ഫുള്ള് നോക്കിയിട്ട് ഞങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കെല്ലാം അവർക്ക് മനസ്സിലായിട്ടാണ് അവർ ജസ്റ്റ് അങ്ങനെ അവിടെ നിന്നിട്ട് അവർ ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മീൻസ് ഈ പൊട്ടീൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ പോയി. എന്നിട്ട് അവർ കുറച്ച് മിനിറ്റ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ റൂം അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അവർ വേറെ റൂം സെറ്റ് ചെയ്ത് തന്ന്. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. കാരണം ഇങ്ങനെ ഇത് പൊട്ടിയെന്ന് പോലെ ഒരു ഐഡിയ ഇല്ല. കാരണം ഞങ്ങൾ ഇന്നലെ വരെ വേറെ റൂമിലായിരുന്നു. ഇന്ന് ഞങ്ങൾ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. കാരണം ഈ റൂം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആ ഒരു വേറെ റൂമിലേക്ക് ഞങ്ങൾ അവരാക്കി തരുത്. കാരണം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം ഞങ്ങൾ 3 ദിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞ് വന്നതാണ്. മീൻസ് മാക്സിമം പോയി കഴിഞ്ഞാൽ 4 ദിവസം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ രീതിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ വേറെ റൂമാണ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആക്ച്വലി 6ാമത്തെ ദിവസമാണ് ഡൽഹി വന്നിട്ടുള്ള 6ാമത്തെ ദിവസമാണ് നമ്മൾ ഡൽഹിയിലെ. അപ്പോൾ നാളെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്കാണ്. അപ്പോൾ രാവിലെ നേരത്തെ ഒരു 6 മണിക്കൊക്കെ നീച്ചിട്ട് 6 മണിക്ക് അവിടെ എത്തണം. എയർപോർട്ടിൽ എത്തുന്ന രീതിയിൽ നമുക്ക് പോകണം നാളെ രാവിലെ നീച്ചിട്ട്.
അപ്പോൾ എന്തായാലും ഇത് ലാസ്റ്റ് ഡേ തന്നെ നമ്മൾ ഹോട്ടലിലെ ലാസ്റ്റ് ഡേ തന്നെ ഗ്ലാസ് കൊണ്ട് പൊട്ടിക്കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായാലും നമ്മുടെ ഒരു ബർക്കത്തുണ്ട് എന്ന് പറയാം. കാരണം നമ്മുടെ ഇഷ്ടമില്ല. കാരണം അതിനുശേഷം വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റൂം ഷിഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വേറെ ആ സെയിം ഫ്ലോറിൽ തന്നെ വേറെ റൂമിലേക്ക് അവർ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ നോക്കുമ്പോണ്ട് ആ ഒരു സെയിം ഫ്ലോറിലുള്ള വേറെ റൂമിലൊക്കെ ഗ്ലാസ് പൊട്ടി കിടക്കുന്നുണ്ട്. മീൻസ് ഞങ്ങളുടെ റൂമിൽ മാത്രമല്ല പ്രശ്നമുള്ളൂ. ഞങ്ങൾ പോണ വഴിക്ക് നോക്കുമ്പോണ്ട് വേറെ റൂമിലൊക്കെ ഇതേ പ്രോബ്ലം പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അത് വന്നിട്ട് റൂം ക്ലീനിങ് ചെയ്യുന്നുണ്ട് സംഭവം ഗ്ലാസ് പൊട്ടിയതിൻ്റെ. അപ്പോൾ ഇതെന്താ വെച്ചാൽ മെയ് എന്തെങ്കിലും പ്രഷർ ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം ഞങ്ങൾ ഇപ്പോഴും അതിങ്ങനെ പൊട്ടുന്ന ഒച്ച ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്, ആ ക്രാക്കായി കൊണ്ടിരിക്കുന്ന സൗണ്ട് അപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സെയിം ഫ്ലോറിലുള്ള ഒരു 3-4 റൂമിൽ ഞങ്ങൾ കണ്ടു. അവിടെയൊക്കെ അവിടുത്തെ ആൾക്കാർ ക്ലീനിങ് ആൾക്കാർ വന്നിട്ട് അവിടുന്ന് റൂം ഗ്ലാസ് പൊട്ടിയതിന് അവിടെ അങ്ങനെ ക്ലീൻ ചെയ്ത് കാണുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള എന്തോ ഒരു സംഭവം കൊണ്ടാണ് സംഭവം പൊട്ടിയത്. പക്ഷേ എന്തുകൊണ്ടാണെങ്കിലും വലിയ പ്രഷറാണ്, എന്തുകൊണ്ടാണ് പൊട്ടിയെന്നൊരു ഐഡിയ ഇല്ല എപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്നാലും ഞങ്ങളിപ്പോൾ നിൽക്കുന്ന റൂമിൽ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ. ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ ലാസ്റ്റ് ഡേ ആണ്, മീൻസ് ലാസ്റ്റ് ഒരു കംപ്ലീറ്റ് ഡേ ആണ്. കാരണം നമ്മൾ നാളെ രാവിലെ നേരത്തെ നീച്ച് നമ്മൾ പോവും. അപ്പോൾ എന്തായാലും ഡൽഹിയിലെ ഈ ഒരു അവസാന ഡേയും കൂടിയും പൊളിച്ചടക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒരു ബാത്ത് ടബൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിതിൽ ഫുള്ള് കുളിച്ച് ഉഷാറായിട്ടാണ് നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു പൊളി ട്രിപ്പായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് നല്ല അനുഭവങ്ങൾ പങ്കിടാൻ പറ്റി. അപ്പോൾ എന്തായാലും ഈ ഒരു റൂമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വ്യൂ, ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചാൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ്, മറ്റേ ടൈപ്പല്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹി ഈ ഒരു സിറ്റി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ആണുള്ളത്. ഞങ്ങൾ വിട വാങ്ങുകയാണ്. സോ അങ്ങനെ ഒരാഴ്ചത്തെ ഡൽഹി ട്രിപ്പിന് ശേഷം അവസാനമായിട്ട് ഈ ഒരു ഹോട്ടലിനോടാണെങ്കിലും ഞങ്ങൾ ഇറങ്ങുകയാണ് ചെക്കൗട്ട് ചെയ്തിട്ട്.